11-ാം തീയതി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ കൊച്ചിയിലെത്തുന്നതോടെ ബി.ജെ.പിയുടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണത്തിന് ഔദ്യോഗികമായി തുടക്കമാകും. കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി കേരളത്തിലെത്തി നടത്തിയ ചില പ്രഖ്യാപനങ്ങൾ പോലെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയിൽ നിന്നും ചില ഗ്യാരണ്ടികൾ എല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ചില പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നാണ് ബി.ജെ.പി നേതാക്കൾ നമുക്ക് നൽകുന്ന ചില സൂചനകൾ. രാഹുൽ ഗാന്ധിയെയും നരേന്ദ്രമോദിയെയും ഒരുമിച്ച് താരതമ്യം ചെയ്യുക ലോകത്താരും ചെയ്യാത്ത ഒരു അതിസാഹസമാണ്. അപ്പോൾ അങ്ങനെ താരതമ്യം ചെയ്യേണ്ട ആവശ്യമില്ല. നരേന്ദ്രമോദി വിജയത്തിൻ്റെ ശില്പിയാണ്. അദ്ദേഹം ഒരു പ്രഖ്യാപനങ്ങളല്ല നടത്തുക. അദ്ദേഹം ഈ രാജ്യത്തെ ലോകത്തിലെ വൻ ശക്തിയാക്കി. കേരളത്തിൽ ഏകദേശം അടിസ്ഥാന വികസന രംഗത്ത് തന്നെ 3 ലക്ഷം കോടി രൂപയുടെ വികസന പദ്ധതികൾ തന്ന വ്യക്തിയാണ്. കേരളത്തിലെ റെയിൽവേ വികസനത്തിൽ കേരളത്തിലെ മുഴുവൻ റെയിൽവേ സ്റ്റേഷനുകളും വികസിപ്പിക്കുന്നതിന് നേതൃത്വം കൊടുക്കുന്ന ആളാണ്. കേരളത്തിൽ അഭൂതപൂർവമായിട്ടുള്ള സാമ്പത്തിക പിന്തുണ നൽകിയ പ്രധാനമന്ത്രിയാണ്. അദ്ദേഹം ഇവിടെ വരുന്നത് പ്രഖ്യാപനങ്ങൾ നടത്താനല്ല. അദ്ദേഹം ഇവിടെ പല പദ്ധതികളും കേരളത്തിന് തരാൻ വേണ്ടിയാണ് വരുന്നത്. അദ്ദേഹം കേരളത്തിൽ വന്നപ്പോഴൊക്കെ അദ്ദേഹം കൈനിറയെ സമ്മാനങ്ങളുമായിട്ടാണ് കേരളത്തിലേക്ക് വന്നിട്ടുള്ളത്. അദ്ദേഹം വരുന്ന സമയത്ത് നിരവധി ട്രെയിനുകൾ പുതുതായിട്ട് വരുന്നു. റെയിൽവേ സ്റ്റേഷനുകളുടെ നവീകരണം വരുന്നു. കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ 6 വരി ദേശീയപാത അത് പൂർത്തിയാകുന്നു. ഇങ്ങനെ കൈനിറയ സമ്മാനങ്ങളുമായിട്ടാണ് എക്കാലത്തും നരേന്ദ്രമോദി കേരളത്തിലേക്ക് വന്നിട്ടുള്ളത്. അതുകൊണ്ട് എറണാകുളത്ത് കൊച്ചിയിൽ അദ്ദേഹം എത്തുന്നതും അങ്ങനെ തന്നെയായിരിക്കും. കേവലം പ്രഖ്യാപനം നടത്തി ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്ന പണി നരേന്ദ്രമോദിക്കോ ബി.ജെ.പിക്കോ എൻ.ഡി.എക്കോ ഇല്ല. അദ്ദേഹം കേരളത്തിന് വേണ്ടിയുള്ള പദ്ധതികൾ തന്നെ തരും. പോലെയുള്ള ചില ഘടകകക്ഷികൾ ബി.ജെ.പി നേതൃത്വം നൽകുന്ന എൻ.ഡി.എ മുന്നണിയുടെ ഭാഗമായി എന്നൊരു പ്രത്യേകത കൂടി ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനുണ്ട്. എറണാകുളം ജില്ലയിൽ കുന്നത്തുനാട് ഉൾപ്പെടെയുള്ള ചില മണ്ഡലങ്ങളിൽ കൃത്യമായ സ്വാധീനമുള്ള 2020 ബി.ജെ.പിയുടെ നേതൃത്വം നൽകുന്ന എൻ.ഡി.എയുടെ ഭാഗമാകുമ്പോൾ അത് ഏത് നിലയിലാണ് ഗുണം ചെയ്യുക എന്നത് വരുന്ന തെരഞ്ഞെടുപ്പിൽ കാത്തിരുന്ന് കാണേണ്ടത് തന്നെയാണ്. 2020 കേരളത്തിലെ ഒരു വികസന രാഷ്ട്രീയം പറഞ്ഞ് അവരുടേതായിട്ടുള്ള പാദമുദ്ര പതിപ്പിച്ച ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. അവർക്ക് ഭരണരംഗത്തും അവരുടെ കാഴ്ചപ്പാടിൻ്റെ രംഗത്തുമൊക്കെ ശ്രീ രാജീവ് ചന്ദ്രശേഖർ ഇന്ന് കേരളത്തിൽ വികസിത കേരളം എന്നുള്ള മുദ്രാവാക്യം കേരളത്തിന് വേണ്ടി പറയുമ്പോൾ ഇതിനു മുമ്പ് പഞ്ചായത്തുകളിൽ വികസിത പഞ്ചായത്ത് എന്ന മുദ്രാവാക്യം പറയുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ വോട്ട് തേടുകയും വികസിത പഞ്ചായത്ത് യാഥാർത്ഥ്യമാക്കാൻ സാധിക്കുമെന്ന് തെളിയിക്കുകയും ചെയ്തിട്ടുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് 2020. അതുകൊണ്ട് തന്നെ വികസിത കേരളം മുന്നോട്ട് വയ്ക്കുന്ന, വികസിത ഭാരതം മുന്നോട്ട് വയ്ക്കുന്ന നരേന്ദ്രമോദിക്കും രാജീവ് ചന്ദ്രശേഖരനും ഉള്ള ഒരു സ്വാഭാവികമായിട്ടുള്ള സഖ്യകക്ഷിയാണ് 2020. അതുകൊണ്ട് 2020 ബി.ജെ.പിയോടൊപ്പം എൻ.ഡി.എയോടൊപ്പം നിൽക്കുന്നത് ഞങ്ങൾക്ക് കേരളത്തിൽ, എറണാകുളത്ത് മാത്രമല്ല കേരളത്തിലാകമാനം വളരെ വലിയ ഗുണം ചെയ്യുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കേരളത്തിലെ സന്ദർശനം വലിയ രാഷ്ട്രീയ പ്രചാരണമാക്കുന്നതിനാണ് ബി.ജെ.പി ഒരുങ്ങുന്നത്. സംഗീതത്തിനൊപ്പം ആദർശ് മുക്കട, സി മലയാളം ന്യൂസ്, കൊച്ചി. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.